ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യലായ തരിക്കഞ്ഞിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നോമ്പ് തുറക്കി എല്ലാവരും തയ്യാറാക്കി നോക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് തരിക്കഞ്ഞി. അപ്പോൾ വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യിൽ. അപ്പോൾ പല രീതിയിലും ഇത് തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചിട്ട് റവ ചേർത്ത് കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഏതായാലും മതി, വറുത്തതായാലും വറുക്കാത്തതായാലും ഏത് റവ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ റവയിൽ നിന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് പാലൊഴിക്കുന്നുണ്ട്, തേങ്ങാപ്പാലല്ല, ഫ്രഷ് മിൽക്കാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ. ഇപ്പം എൻ്റെ കയ്യിലതില്ല, ഞാനതുകൊണ്ട് ഫ്രഷ് മിൽക്കാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റവയിൽ നിന്ന് കുറുക്കി വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം, ചെറിയ തീയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ റവയിൽ നിന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, 2 എണ്ണം മാത്രം അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കറക്റ്റ് മധുരമാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെർമസലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കാം. അങ്ങനെയൊക്കെ ചേർത്ത് ഒരുപാട് പേര് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലൊന്നും ചേർക്കുന്നില്ല, പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1 നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ. ഉപ്പ് ചേർക്കാൻ മറക്കരുത്, 1 നുള്ളു മാത്രം മതി, ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യരുത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം വേറെ അധിക ജോലികളൊന്നുമില്ല, ഇതൊന്ന് കുറുകി വരുമ്പം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുക്കായി വന്ന് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി തരിക്കഞ്ഞിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇത് അറിഞ്ഞിടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്